എൻ്റെ പേര് ഷൈനി. ഞാൻ ഒരു 2006 മുതൽ ട്രേഡിങ്ങും ഇൻവെസ്റ്റിങ്ങും ചെയ്യാറുണ്ട്. 2015 തുടങ്ങി ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഞാൻ കുവൈറ്റിലായിരുന്നു. അവിടെ വെച്ച് ഒരുപാട് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. കോവിഡ് ടൈം തുടങ്ങി ഓൺലൈൻ ക്ലാസ്സുകളും കണ്ടക്ട് ചെയ്യാറുണ്ട്. ആദ്യം ഡയറക്റ്റ് ക്ലാസ്സുകളാണ് കണ്ടക്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ എൻ്റെ ക്ലാസ്സുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഒന്നും അറിയാത്ത ഒരു ബിഗിനർക്ക് മുതൽ ഒരു അഡ്വാൻസ് ലെവല് വരെയുള്ള ഒരാൾക്ക്, അഡ്വാൻസ് ലെവൽ എന്ന് പറയുമ്പോൾ ഓൾറെഡി ട്രേഡിംഗ് എക്സ്പീരിയൻസും ഇൻവെസ്റ്റിംഗ് എക്സ്പീരിയൻസും ഉള്ള ഒരാൾക്കും ഇതെങ്ങനെ ബെനിഫിറ്റ് കിട്ടും ആ രീതിയിലാണ് ഞാൻ എൻ്റെ നോട്ട്സും എല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഇതില് എക്സ്പീരിയൻസ് ചെയ്ത എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഞാൻ ട്രേഡ് ചെയ്ത എക്സാമ്പിൾസ് എൻ്റെ എക്സ്പീരിയൻസും കൂടിയാണ് ഞാൻ ഇതിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യണത്. പിന്നെ എൻ്റെ ഒരു തോട്ടുകളും എന്താ പറയാ, ഒരു ഓൺലി ഒരു അനാലിസിസ് മാത്രമല്ലാതെ എൻ്റെതായ ഒരു അനാലിസിസും കൂടി ഞാൻ ഇതിൽ വർക്ക് ചെയ്യാറുണ്ട്. അപ്പൊ അതും കൂടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഒരു ബേസിക്സ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഈ ഷെയർ അല്ലെങ്കിൽ സ്റ്റോക്ക് എന്താണ്? ഒരു ഷെയർ അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് ഒരു കമ്പനിയില് ഒരു ഓണർഷിപ്പ്, ചെറിയൊരു ഓണർഷിപ്പ് കിട്ടണ പോലെ. അതെങ്ങനെയാണത്? അതായത് ഒരു കമ്പനി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ, അതായത് അവരുടെ ബിസിനസ് ആക്ടിവിറ്റി എക്സ്പാൻഡ് ചെയ്യാൻ ഏതെങ്കിലും വിധത്തിൽ അവർക്ക് ഒരു ഫണ്ട് റേസ് ചെയ്യണമെങ്കിലുള്ള ഒരു മീഡിയയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പൊ അതിന് ആദ്യം അവരൊരു ഷെയർ ഇഷ്യൂ ചെയ്യും. ഒരു 1875 നമ്മൾ ഇന്ന് കാണുന്ന BSE സ്റ്റോക്ക്, അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനു മുമ്പും ഈ കമ്പനികൾ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ഷെയർ ഇഷ്യൂ ചെയ്തിരുന്നു. അപ്പൊ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ അവർ ഡൽഹിയിൽ ഇരുന്നിട്ടോ ബോംബെയിൽ ഇരുന്നിട്ടോ പല സ്ഥലങ്ങളിൽ ഇരുന്നിട്ട് കമ്പനികൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാനുണ്ടാകുന്ന ഒരു മീഡിയം ഒന്നില്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് പോകണം, അതല്ലെങ്കിൽ ആരെങ്കിലും സെൻഡ് ചെയ്തിട്ട് വാങ്ങണം, അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞൊരു സ്റ്റേജ് എത്തിയപ്പോൾ അവർക്ക് തോന്നി ഒരു കോമൺ പ്ലേസ് വേണം എല്ലാ കമ്പനികളും. അങ്ങനെയാണ് ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തുടങ്ങാനുണ്ടായ കാരണം. തുടക്കത്തിലേക്ക് ഒരു സാധാരണ മാർക്കറ്റ് പോലെയായിരുന്നു, അതായത് ഒരു ലേലം വിളിക്കുന്ന പോലെ ഉള്ളൊരു മാർക്കറ്റായിരുന്നു. അതിനുശേഷം അപ്പൊ അതിൽ നമ്മൾക്ക് പേപ്പർ ഫോർമാറ്റിലാണ് തന്നുകൊണ്ടിരുന്നത്. അതായത് ഒരു എത്ര ഷെയർ വാങ്ങി, ഡേറ്റ് എന്താണ്, അതിന്റെ പ്രൈസ് എന്താണ്, കമ്പനിയുടെ പേര്, അങ്ങനെ എല്ലാ കാര്യങ്ങളും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ NSE, അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ ഒരു 1995 ഇത് ഡിജിറ്റലൈസ് ചെയ്തത്. ഡിജിറ്റലൈസ് ചെയ്യാന്ന് വെച്ചാൽ വേറെ ഒന്നും, ഇലക്ട്രോണിക് ഫോർമാറ്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ് ചെയ്യാന്നുള്ള രീതിയിലേക്ക് ചെയ്തു. അപ്പൊ അന്ന് മുതൽ നമുക്ക് നമ്മളുടെ ഷെയർസ് ഒക്കെ ഇലക്ട്രോണിക് ഫോർമാറ്റിലാണ് കിട്ടുന്നത്. മറ്റേത് പേപ്പർ ഒരു ഫിസിക്കൽ ഫോർമാറ്റിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു ഇലക്ട്രോണിക് ഫോർമാറ്റിലാണ് കിട്ടിയിരുന്നത്. അപ്പൊ അതിന് പറയുന്ന പേരാണ് ഡീമെറ്റീരിയലൈസ് എന്നാണ് അതിന്റെ പ്രോസസ് പറയുന്ന പേര്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചില് നമ്മൾ ഒരു സ്റ്റോക്ക് അക്കൗണ്ട് തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഈ 3 അക്കൗണ്ട് തുടങ്ങും. അതായത് സേവിങ് ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ PIS അക്കൗണ്ട്, അതായത് നമ്മൾ നോർമൽ അക്കൗണ്ട് ഉണ്ടാവണം. അതിന് ഡിമാറ്റ് അക്കൗണ്ട്, പിന്നെ ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ബ്രോക്കർ പോലും ജിയോജിത്ത് അല്ലെങ്കിൽ ഷെയർ ഖാൻ പോലത്തെ ഉള്ള ഒരു ബ്രോക്കർ. അതായത് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ വാങ്ങുന്ന അതൊരു ഇലക്ട്രോണിക് ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്യുന്ന വിധത്തിലുള്ള ഒരു ഇതാണ് നമുക്ക് തരുന്നത്. ആദ്യം നമുക്ക് അതിന്റെ ഒരു ട്രേഡിംഗ് പിക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മള് വീട്ടിലിരുന്നിട്ട് മൊബൈൽ വഴിക്കോ ഒരു കമ്പ്യൂട്ടർ വഴിക്കോ ഒരു ഓർഡർ BSEയിലേക്കാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. BSEയിലേക്ക് അല്ലെങ്കിൽ NSEയിലേക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് വാങ്ങുന്ന ഷെയർ എവിടെയാണ് സെല് ചെയ്യണത് അല്ലെങ്കിൽ ബൈ ചെയ്യണത് എവിടെയാണ്? ഓൺലി ഇൻ സ്റ്റോക്ക്. പക്ഷെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണക്ഷൻ എടുക്കാം, അത് വളരെ എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് ഒരു ഇന്റർമീഡിയറി പോലെ ഒരു ത്രൂ ബ്രോക്കർ, ആ ബ്രോക്കർ വഴിക്കാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് നമുക്ക് ബ്രോക്കറേജ് കൊടുക്കേണ്ടതുണ്ട്, ചെറിയൊരു എമൗണ്ട് കൊടുക്കണം. അപ്പൊ നമ്മൾ ആദ്യം ഈ ബ്രോക്കർ എന്ന് പറയുന്ന ആൾക്ക്, അതായത് ജിയോജിത്തിലെ അക്കൗണ്ടിലേക്ക് ഈ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യും. അതായത് നമ്മളുടെ SP അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ജിയോജിത്തിന്റെ അല്ലെങ്കിൽ ഷെയർ ഖാൻ അല്ലെങ്കിൽ സെറോദ ഒരുപാടുണ്ട്, അതിന്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് ആണ് അതിന് നമ്മൾ പറയുന്ന പേര്. അതിലേക്ക് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ നമ്മൾ എന്നിട്ട് ഓർഡർ, അതായത് നമ്മൾക്കൊരു ഷെയർ വാങ്ങുന്ന, എക്സാമ്പിൾ റിലയൻസ് എന്ന ഷെയർ വാങ്ങണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ഓർഡർ നമ്മൾ ചെയ്യുന്നത് ഈ ബ്രോക്കർക്കാണ്.
ഈ ബ്രോക്കർ ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് സെൻഡ് ചെയ്യും. പിന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മുടെ ഓർഡർ മാച്ച് ചെയ്താൽ അവര് നമുക്ക് ഡാറ്റ ബ്രോക്കർക്ക് ആദ്യം സെൻഡ് ചെയ്യും, ബ്രോക്കർ നമുക്ക് സെൻഡ് ചെയ്യും. ഇതൊക്കെ വിതിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ നമ്മൾ ഷെയർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അത് ഞാൻ പറഞ്ഞൊരു ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് സ്റ്റോർ ചെയ്യണം. അതിനുള്ള ഒരു മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ ആണ് ഈ DP അക്കൗണ്ട്, അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡെപ്പോസിറ്ററി ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടും CDSL എന്ന് പറഞ്ഞിട്ടുള്ള DP അക്കൗണ്ടിലേക്കാണ്. ആ DP അക്കൗണ്ടിലാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ്, അതായത് സ്റ്റോക്ക് വാങ്ങുന്നതൊക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതിന്റെ പേരാണ്. അപ്പൊ ഈ NSTL അല്ലെങ്കിൽ DP അക്കൗണ്ടിലുള്ള ഒരു ചെറിയ സ്പേസ് ആണ് ഈ ഡിമാറ്റ് അക്കൗണ്ട്. അപ്പൊ നമ്മൾക്ക് ഇത് കഴിഞ്ഞ് നമ്മൾ ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ അതിന്റെ ഡീറ്റെയിൽസും കിട്ടും. അപ്പൊ അതാണ് നമ്മൾ ഈ ട്രേഡിംഗ് ആക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അക്കൗണ്ട് ഇത് ട്രേഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് വേണ്ടത് 3 അക്കൗണ്ടുകളായിട്ട് ഓപ്പൺ ആണ് ചെയ്യണം. ഡിമാറ്റ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഫണ്ട് ടു ബ്രോക്കർ അക്കൗണ്ട്. പിന്നെ ഡിമാറ്റ് അക്കൗണ്ട് മീൻസ് വേർ ദ സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആർ സ്റ്റോർ. അതായത് നമ്മൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നോ അല്ലെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നൊക്കെ പറയുന്നത് വെറുതെ നമ്മൾ സാധാരണ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ്. പക്ഷെ അവിടെ ട്രേഡ് ചെയ്യണത് എന്താണ്? ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് ആണ്. അത് മാത്രമല്ല, അപ്പൊ നമ്മൾ ബൈ ചെയ്യണതും സെല്ല് ചെയ്യണതും, നമ്മൾ ബൈ ചെയ്യുന്നു, നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായാലോ അല്ലെങ്കിൽ ലോസ് ഉണ്ടായാലോ അത് നമ്മൾ സെല്ല് ചെയ്യുന്നു. അത് ചെയ്യുന്ന ഒരു അതാണ് ആ മാർക്കറ്റിന്റെ പേരാണ് ബോംബെ സ്റ്റോക്ക്. അതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ശരിക്കും ഇതിന്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അതായത് ഡിമാൻഡ് കൂടുന്തോറും പ്രൈസ് കൂടിക്കൊണ്ടിരിക്കും. അത് സപ്ലൈ വന്നൊരു നെഗറ്റീവ് ന്യൂസ് വന്നാൽ സപ്ലൈ വന്നു കഴിഞ്ഞാൽ അതിന് സെല്ലിങ് വരും. ഡിമാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ബൈങ്ങും, സപ്ലൈ എന്ന് ഉദ്ദേശിക്കുന്നത് സെല്ലിങ്. അപ്പൊ ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്നത് ത്രൂ മെനി ഫാക്ടേഴ്സ്, എക്കണോമിക് ഫാക്ടേഴ്സ്, ഗ്ലോബൽ ഫാക്ടേഴ്സ് ആവും, ഡൊമസ്റ്റിക് ഫാക്ടേഴ്സ് ആവും. അപ്പൊ നമ്മൾ ത്രൂ ഔട്ട് ദ കോഴ്സ് നമ്മൾ പഠിക്കാൻ പോണത് എന്താന്ന് വെച്ചാല് ഡിമാൻഡ്, ഒരു സ്റ്റോക്കിന്റെ ഡിമാൻഡ് എപ്പോൾ വരും? ഒരു സ്റ്റോക്കിന്റെ സപ്ലൈ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റില് 2 വിധത്തിലുള്ള അപ്രോച്ചാണ് ഉള്ളത്. ഒന്ന് ഫണ്ടമെന്റൽ അപ്രോച്ചും ഒന്ന് ടെക്നിക്കൽ അപ്രോച്ചും. ഫണ്ടമെന്റൽ അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മുടെ ബാലൻസ് ഷീറ്റും കമ്പനിയുടെ പെർഫോമൻസ് ഒക്കെ നോക്കിയിട്ടുള്ളത്. രണ്ടാമത്തെ അപ്രോച്ച് എന്ന് പറയുന്നത് ടെക്നിക്കൽ അപ്രോച്ചാണ്. ഫണ്ടമെന്റൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമ്മള് എക്സാമ്പിൾ പറയണമെങ്കിൽ വാരൻ ബഫറ്റ് ഒക്കെ ഒരു കോളയുടെ സ്റ്റോക്ക് ബൈ ചെയ്തത് അന്ന് അവര് ആ പ്രൊഡക്റ്റ് നന്നായി വരുന്നുള്ള ഒരു അസംഷനിൽ വാങ്ങി. ആ സമയത്ത് ആ കോള കമ്പനി ഒട്ടും പോപ്പുലർ ആയിരുന്നില്ല. അങ്ങനെ പോപ്പുലർ അല്ലാത്ത ഒരു കമ്പനി ആ സമയത്ത് വാങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പോപ്പുലറായി അതിന്റെ പ്രൈസ് കൂടി. അപ്പൊ ഒരു സംഭവം ആ ഡിമാൻഡ് വരുമ്പോൾ മാത്രമാണ് അതിന്റെ പ്രൈസ് കൂടുന്നത്. ഡിമാൻഡ് ഇല്ലാത്തടത്തോളം കാലം അതിന്റെ പ്രൈസിൽ ഒരു മാറ്റം വരില്ല. ചിലപ്പോൾ അത് സെല്ല് ചെയ്ത് പ്രൈസ് കുറയും ചെയ്യും. അപ്പൊ ത്രൂ ഔട്ട് ദ കോഴ്സ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇങ്ങനെ വരും. അതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അത് ആദ്യം തന്നെ നമുക്ക് ഫണ്ടമെന്റൽ അനാലിസിസ്, അതായത് ബേസിക്സ് എങ്ങനെയെന്ന് പഠിക്കാം. അതിനുശേഷം നമുക്ക് ടെക്നിക്കൽ അപ്രോച്ചും നോക്കാം. ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി നമുക്ക് കഴിഞ്ഞു.